നരച്ച മുടിയാണെങ്കിൽ കട്ടക്കറുപ്പാക്കാൻ നമുക്കിതൊന്നും മാത്രം മതി. ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് കണ്ടു നോക്കി. കുട്ടികൾക്ക് മുതിർന്നവർക്കും എല്ലാം ഒരുപോലെ യൂസ്ഫുൾ ആകുന്ന അടിപൊളി ടിപ്പ് കളക്ട് ചെയ്തിട്ടാണ് വന്നിരിക്കുന്നത്. മുടിയിലേക്ക് അപ്ലൈ ചെയ്യും, അടിപൊളി റിസൾട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റി. ഇത് കണ്ടില്ല, ഈ ഒരു കറുപ്പ് നിങ്ങളുടെ മുടിയിൽ, നരച്ച മുടിയിൽ കിട്ടുമെന്ന് ഉറപ്പാണ്. അതിനായിട്ട് ഞാൻ ഇപ്പോൾ എടുക്കുന്നത് നമ്മുടെ വീടുകളിൽ, നമ്മൾ എപ്പോഴും നമ്മുടെ വീടുകളിൽ കാണുന്ന പഴമല്ലേ. അപ്പോൾ ഈ പഴം ആരും കളയരുത്, പഴത്തൊലി ആരും കളയരുത്. പഴം തിന്നിട്ട് പഴത്തൊലി കളയുന്നവരാണ് നമ്മളെല്ലാം. ഇതിൻ്റെ ഒരു ഗുണങ്ങൾ നിങ്ങൾ അറിഞ്ഞാൽ ശരിക്കും കിട്ടും കേട്ടോ. നമ്മുടെ മുടി കറുപ്പിക്കാനും മുടി നല്ല സിൽക്കി ആയിട്ട് വെക്കാനും നല്ല മുടി ഒരുപാട് കിളുക്കാനുമായിട്ട് സഹായിക്കുന്നതാണ് പഴം. അപ്പോൾ ഇതും കൊണ്ട് എങ്ങനെയാണ് തയ്യാറാക്കുന്നത് കണ്ടു നോക്കാം. ഹലോ ഫ്രണ്ട്സ്, സ്നേഹ ടിപ്സ് ആൻഡ് ട്രിക്കിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇതിനായിട്ട് ഞാനിപ്പോൾ ഇത് ഇരുമ്പ് ചട്ടിയാണ് എടുത്തിരിക്കുന്നത്. ഈ ഇരുമ്പ് ചട്ടിയിലേക്ക് ഒരു 3-4 പഴത്തൊലി എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനത്തെ പഴത്തിൻ്റെ ആണെങ്കിലും ഏത് പഴത്തൊലി വേണമെങ്കിലും എടുക്കുക, ഏത്തക്കയുടെ ആണെങ്കിലും എടുക്കുക, ഏത് പഴത്തൊലി വേണമെങ്കിലും എടുക്കുക. ഇതിന് നല്ല കറയുള്ളതാണ്. അത് മാത്രമല്ല ഇതിൽ മുഖത്തൊക്കെ അപ്ലൈ, ഈ പഴത്തൊലി ഒന്ന് മുഖത്തൊക്കെ തേക്കണം, മുഖത്തിന് നല്ല ഗ്ലോ കിട്ടാനൊക്കെ വളരെ നല്ലതാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഈ പഴത്തൊലി നിൽക്കുന്ന മിക്സിയുടെ ചാറ് വേണേൽ നിങ്ങൾക്കൊന്ന് അരച്ചെടുക്കാം, ഇല്ലെങ്കിൽ ഇതുപോലെ ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്തിട്ടാൽ മതി കേട്ടോ. അപ്പോൾ ഞാൻ കൈകൊണ്ട് തന്നെ ഇതൊന്ന് കട്ട് ചെയ്തിടുന്നുണ്ട്. അതുപോലെ തന്നെ നിങ്ങൾക്ക് എൻ്റെ വീഡിയോസ് ഇഷ്ടപ്പെടും നമ്മുടെ ഫാമിലിയിലൊന്ന് ജോയിൻ ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. പിന്നെ ബെൽ ബട്ടൺ എനേബിൾ ചെയ്ത് വെച്ചേക്കണേ, എന്നാലേ ഞാൻ ഇടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടത്തുള്ളൂ കേട്ടോ. പിന്നെ ഹൈപ്പ് എന്ന് പറഞ്ഞ ഓപ്ഷൻ വന്നിട്ടുണ്ട്, അതോടൊന്ന് പ്രസ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ഇത് കണ്ടില്ലേ, ഞാൻ നമ്മുടെ ആ പഴത്തൊലിയെല്ലാം ഒന്ന് ഇതുപോലെ ആ ചീനിച്ചട്ടിയിലേക്ക് ഇട്ട് വെച്ചിട്ടുണ്ട്. ഇപ്പോൾ ചീനിച്ചട്ടി ആണ് ഏറ്റവും നല്ലത് ഇങ്ങനെ ചെയ്യാനായിട്ട് കേട്ടോ. അപ്പോൾ എന്നിട്ട് അതിലേക്ക് ഞാൻ ഒഴിച്ച് കൊടുക്കുന്നത് നല്ല ചൂട് കഞ്ഞിവെള്ളമാണ് കേട്ടോ. നല്ല ചൂടായിട്ടുള്ള കഞ്ഞിവെള്ളമാണ്. അപ്പോൾ നിങ്ങൾക്ക് തലേന്നത്തെ കഞ്ഞിവെള്ളം ഉണ്ടെങ്കിൽ ഇതിലെടുക്കാം. പിന്നെ അന്നപ്പോൾ തന്നെ മടിച്ചത് കൊണ്ട് നല്ല ചൂടാണ് കഞ്ഞിവെള്ളത്തിന്. അപ്പോൾ സാരമില്ല, അതും കുഴപ്പമില്ല. ഈ ഒരു കഞ്ഞിവെള്ളമാണ്. നമ്മുടെ കഞ്ഞിവെള്ളം നമ്മുടെ മുടിയിലൊക്കെ കണ്ടീഷണറായിട്ടൊക്കെ ഉപയോഗിക്കുന്നതാണ്. മുടി നല്ല കിളുക്കാൻ സഹായിക്കുന്ന, മുടിയിലുള്ള താരഞ്ഞ് അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം പോകാനും, മുടിക്കായ പോകാനും, പേൻശല്യം കുറയാനും എല്ലാം വളരെ നല്ലതാണ്. അതുപോലെ തന്നെ ഇത് രണ്ടും കൂടെ ഒന്ന് മിക്സ് ചെയ്തിട്ട് നമ്മുടെ തലമുടിയിലേക്ക് അപ്ലൈ ചെയ്യുവാണ്. മുടി നല്ല രീതിയിൽ തന്നെ നരച്ച മുടിയൊക്കെ നല്ലൊരു ഡാർക്ക് ഷെയ്ഡിലേക്ക് കൊണ്ടുവരാൻ സഹായിക്കുന്നതാണ്. മുടി നല്ലപോലെ കിളുക്കാനും സഹായിക്കുന്നതാണ്. അപ്പോൾ ഇത് കണ്ടില്ലേ, ഇത് കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ തന്നെ ഈ ഒരു കളറെല്ലാം നല്ലപോലെ മാറിയിട്ടുണ്ട് കേട്ടോ. ഈ ഒരു കളറായിട്ട് നല്ല ബ്ലാക്ക് കളറിലെ ഒരു ഇതാണ് നമുക്കിവിടെ കിട്ടിയിരിക്കുന്നത്. ഇനി നമുക്കിതൊന്ന് അരിച്ച് മാറ്റാം. ഞാൻ ഇപ്പോൾ ഇത് കൈകൊണ്ട് തന്നെ ജസ്റ്റ് പിഴിഞ്ഞാണ് എടുക്കുന്നത്. അപ്പോൾ ആ കഞ്ഞിവെള്ളത്തിൻ്റെ ചൂടെല്ലാം ഇവിടെ പോയിട്ടുണ്ടായിരുന്നു. നല്ലപോലെ ഒന്ന് പിഴിഞ്ഞെടുത്തതിന് ശേഷം ഇതിലേക്ക് നമുക്ക് നെല്ലിക്കാപ്പൊടി ചേർത്ത് കൊടുക്കാം. നിങ്ങളുടെ വീട്ടിൽ ഹെന്ന പൗഡർ ഉണ്ടെങ്കിൽ അതാണ് ചേർത്ത് കൊടുക്കാൻ കിട്ടുന്നത്. അത്രയ്ക്ക് നല്ല റിസൾട്ടാണ് കിട്ടുന്നത്. എന്നിട്ട് ഞാനിതൊന്ന് അരിച്ചെടുക്കുന്നുണ്ട്. ഇപ്പം നമ്മൾ അതിൻ്റെ വേസ്റ്റ് എല്ലാം ഒന്ന് കൈകൊണ്ട് ഇവിടെ തന്നെ ഒന്ന് കളഞ്ഞ ശേഷം നമുക്ക് അതിൻ്റെ ഇതൊന്ന് അരിച്ചെടുക്കേണ്ടതായിട്ടുണ്ട്. കാര്യം ഇതിനകത്തുള്ള പൊടിയൊന്നും നമ്മുടെ മുടിയിലൊന്നും ഒട്ടിപ്പിടിച്ചിരിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഒന്ന് അരിച്ചെടുക്കുന്നത്. നിങ്ങൾക്ക് തുണിയിലാണെങ്കിലും ഇതൊന്ന് അരിച്ചെടുക്കാം. അതുപോലെ എൻ്റെ ചാനലിൽ ഒരുപാട് വീഡിയോസുകൾ, വീഡിയോസ് ഇട്ട് നാച്ചുറൽ റെമഡിയാണ് ഇട്ടിരിക്കുന്നത്. അപ്പോൾ എല്ലാവരും കണ്ടിട്ട് ഫാമിലി ഗ്രൂപ്പിലൊക്കെ ഷെയർ ചെയ്ത് കൊടുത്ത് സപ്പോർട്ടും കൂടെ ചെയ്യാൻ പറയണേ. അപ്പോൾ ഇതൊന്ന് അരിച്ചെടുത്തതിന് ശേഷം നമുക്ക് ഇതുപോലെ പാത്രത്തിലാണ് അരിച്ചെടുത്തിരിക്കുന്നത്. ഇനി തിരിച്ച് നമുക്ക് ഇരുമ്പ് ചട്ടിയിലേക്ക് തന്നെ ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് വേണ്ടത് നെല്ലിക്കാപ്പൊടിയാണ് കേട്ടോ. അപ്പോൾ നിങ്ങളുടെ വീട്ടിൽ നമ്മുടെ ഫ്രഷ് ആയിട്ടുള്ള നെല്ലിക്ക ഉണ്ടെങ്കിൽ അരച്ച് ഇതിൻ്റെ കൂടെ ചേർക്കുന്നതാണ് നല്ലത്. ഇല്ലെങ്കിൽ നെല്ലിക്കാപ്പൊടി യൂസ് ചെയ്യുക. അപ്പോൾ ഞാൻ നെല്ലിക്കാപ്പൊടി 1 ടീസ്പൂൺ അളവിൽ ഒന്ന് ഇട്ട് കൊടുത്തതിന് ശേഷം 3-4 മിനിറ്റ് ഒന്ന് അടച്ച് വെക്കുന്നുണ്ട്. നിങ്ങൾക്കൊരു 10-15 മിനിറ്റ് വെച്ചാലും കുഴപ്പമില്ല. എന്നിട്ട് ഞാൻ എൻ്റെ തലമുടിയിലേക്ക് അപ്ലൈ ചെയ്ത് കാണിക്കുക. ഇതൊന്ന് നല്ലപോലെ മിക്സ് ആക്കി വെച്ചതിന് ശേഷം കുറച്ചുകൂടെ കഴിയുമ്പോൾ ഈ ഒരു ഇതിൻ്റെ ഒരു കളറൊന്ന് കാണുന്ന ശരിക്കും നല്ല രീതിയിൽ തന്നെ കറുത്ത ഇതാണ് കിട്ടുന്നത്. അപ്പോൾ മുടിക്ക് ഏറ്റവും നല്ല, മുടി വളരാൻ വളരെ നല്ലതാണ് ഈ ഒരു ലിക്വിഡ്. നിങ്ങളപ്പോൾ ഈ വീട്ടിലാണെങ്കിൽ ഇത് നമുക്ക് സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്നതാണ്. കെമിക്കൽ മേടിച്ച് ഒന്നും അടിച്ച് മുടിയൊന്നും കളയേണ്ട കാര്യമില്ല. നമ്മളിത് മാസത്തിൽ ഒന്ന് മാത്രം നമ്മുടെ മുടിയിലേക്ക് അപ്ലൈ ചെയ്താൽ മതി കേട്ടോ. അപ്പോൾ ഞാൻ കുറച്ച് നേരം ഒന്ന് അടച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അതിനുശേഷം ഇത് കണ്ടില്ലേ, നല്ല അടിപൊളി റിസൾട്ട്. ഒരു വെള്ളത്തിൻ്റെ ഒരു കളർ കണ്ടില്ലേ, നല്ല രീതിയിൽ തന്നെ കറുത്തിട്ട് തന്നെ വെള്ളം വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതെങ്ങനെയാണ് യൂസ് ചെയ്യുന്നത് വെച്ചാൽ, നിങ്ങളുടെ കയ്യിൽ കോട്ടൺ തുണിയോ അല്ലെങ്കിൽ കോട്ടൺ പഞ്ഞി കാണുമല്ലോ, അതാണെങ്കിലും മതി. അത് കുറച്ചൊന്നും വെള്ളത്തിൽ മുക്കുക. എന്നിട്ട് നമ്മുടെ മുടി, നരച്ച മുടിയുള്ളിടത്തും അല്ലാത്ത മുടിയിൽ ഫുള്ളും, തല ഫുള്ളും നമുക്കിത് അപ്ലൈ ചെയ്യാവുന്നതാണ് കേട്ടോ. ഇങ്ങനെ മാസത്തിലൊന്ന് നിങ്ങൾ ചെയ്യുവാണെങ്കിൽ മുടിക്ക് വളരെ നല്ലതാണ്. മുടി നല്ലപോലെ കിളുക്കാൻ സഹായിക്കും. നരച്ച മുടിയൊക്കെ ഡാർക്ക് ഷെയ്ഡിലേക്ക് കൊണ്ടുവരാൻ സഹായിക്കും. അപ്പോൾ എൻ്റെ മുടിയിലാണ് അപ്ലൈ ചെയ്ത്. ഒരുപാട് നരച്ച മുടിയൊന്നും ഇല്ലെങ്കിൽ ഞാൻ ഇതൊക്കെ മാസത്തിലൊക്കെ ഒന്ന് ചെയ്യാറുള്ളതാണ്. എനിക്ക് മുടിക്ക് നല്ല റിസൾട്ടാണ്. മുടി പൊടിച്ചിലൊക്കെ മാറി നല്ല രീതിയിൽ തന്നെ മുടി നല്ലപോലെ കിളുക്കാനും സഹായിക്കുന്നതാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കണേ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇത് ചെയ്ത് നോക്കി
നോക്കിയിട്ട് നിങ്ങൾ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. ഇഷ്ടപ്പെട്ടെങ്കിൽ ഫാമിലി ഗ്രൂപ്പിലൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൂടെ കൊടുക്കണേ. അപ്പോൾ എൻ്റെ മുടിയുടെ സൈഡിലെല്ലാം ഞാൻ ഇങ്ങനെ അപ്ലൈ ചെയ്തിട്ടുണ്ട്. അതിന് ശേഷം 1 മണിക്കൂർ ഞാൻ കുളിക്കുന്ന സമയത്താണ് ഇത് കഴുകിക്കളയും. സാധാ പച്ചവെള്ളത്തിൽ കഴുകിക്കളഞ്ഞാൽ മതി. അപ്പോൾ എല്ലാവരും ചെയ്ത് നോക്കുമല്ലോ. അവന് അടുത്ത വീഡിയോയിൽ നമുക്ക് കാണാം.